അമേരിക്കൻ സൈനിക പ്രതിരോധ വ്യൂഹങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മധ്യപൂർവേഷ്യയിൽ ഇറാൻ നടത്തിയ അത്യാധുനിക ഡ്രോൺ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ തങ്ങൾ നടത്തിയ വ്യോമാക്രമണ പരമ്പരയുടെ വിശദാംശങ്ങൾ ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നു. ഈ പുതിയ വിവരങ്ങൾ പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ അമേരിക്കയ്ക്ക് അനുകൂലമാകാത്ത വിധം തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ആണ് ഇറാന്റെ ഉന്നത സൈനിക വക്താക്കളെ ഉദ്ധരിച്ച് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും പുതിയതും അതീവ രഹസ്യവുമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനിക ഡ്രോണുകളാണ് ഈ ഓപ്പറേഷനായി ഇറാൻ ഉപയോഗിച്ചത്. ബഹ്റൈനിലെ അതിപ്രധാനമായ അമേരിക്കൻ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഈ തരംഗ ആക്രമണം. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളവും അവിടെയുള്ള US-ന്റെ തന്ത്രപ്രധാനമായ റഡാർ സംവിധാനങ്ങളുമായിരുന്നു ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒരേ സമയം കൃത്യമായ ഏകോപനത്തോടെയാണ് ഇറാനിയൻ ഡ്രോൺ യൂണിറ്റുകൾ ഈ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിച്ചുയർന്നത്. തങ്ങളുടെ സൈനിക ആസ്തികൾക്കും കമാൻഡർമാർക്കും നേരെ അടുത്തിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇതെന്നാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. തങ്ങളെ തളർത്താൻ നോക്കുന്നവർക്ക് അവരുടെ തന്നെ താവളങ്ങളിൽ ചെന്ന് പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഈ ആക്രമണത്തിലൂടെ അമേരിക്കയുടെ സൈനിക അപ്രമാദിത്വത്തിനാണ് ഇറാൻ ശക്തമായ ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അറ്റാക്ക് ഡ്രോണുകൾ മേഖലയിലെ US റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിക്കാൻ തക്ക ശേഷിയുള്ളവയാണ്. അമേരിക്കയുടെ വിഖ്യാതമായ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും മറ്റ് ആധുനിക വ്യോമ സുരക്ഷാ കവചങ്ങൾക്കും ഈ ഡ്രോണുകളുടെ സാന്നിധ്യം മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് പെന്റഗണിനെ വൻ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആസൂത്രണം ചെയ്ത ലക്ഷ്യങ്ങളിൽ വലിയൊരു ശതമാനവും കൃത്യതയോടെ തകർക്കാൻ തങ്ങളുടെ ഡ്രോണുകൾക്ക് കഴിഞ്ഞതായാണ് ഇറാന്റെ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ലക്ഷ്യമിട്ട സൈനിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള കൃത്യതയാർന്ന പ്രഹരങ്ങളാണ് ഉണ്ടായത്. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന് ആവശ്യമായ റഡാർ വിവരങ്ങൾ നൽകുന്ന തന്ത്രപ്രധാനമായ നിരീക്ഷണ കേന്ദ്രമാണ് ഇറാന്റെ പ്രധാന ഇരയായത്. ഈ റഡാർ ഇൻസ്റ്റലേഷൻ തകർന്നതോടെ ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ നിരീക്ഷിക്കാനുള്ള US-ന്റെ ശേഷിക്ക് താൽക്കാലികമായെങ്കിലും മങ്ങലേറ്റതായാണ് വിവരം. ഷെയ്ഖ് ഈസ വ്യോമതാവളത്തിലുണ്ടായ സ്ഫോടന പരമ്പരകൾ ബഹ്റൈനിലെ ഭരണകൂടത്തെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ സാന്നിധ്യം രാജ്യത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമോ എന്ന ഭീതിയിലാണ് ബഹ്റൈൻ. ഇറാന്റെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുൻപിൽ തങ്ങളുടെ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന് ഈ ആക്രമണത്തോടെ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ സാങ്കേതിക മുന്നേറ്റം അന്താരാഷ്ട്ര സൈനിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഇത്രയും മാരകമായ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചു എന്നത് അമേരിക്കയ്ക്ക് വരും നാളുകളിൽ വലിയ തലവേദനയാകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തന്ത്രപ്രധാന റഡാർ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നത് വലിയൊരു നാണക്കേടാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ താവളങ്ങളിൽ പോലും തങ്ങളുടെ സൈനികർ സുരക്ഷിതരല്ലെന്ന വാസ്തവം അംഗീകരിക്കാൻ വാഷിംഗ്ടണിന് പറ്റില്ല. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടിക്ക് അമേരിക്ക മുതിരുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സംഘർഷം കാരണം ഗൾഫ് മേഖലയിലാകെ കടുത്ത യുദ്ധകാല ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യോമപാതകളും കപ്പൽ ചാനലുകളും ഏത് നിമിഷവും അടയ്ക്കപ്പെടാമെന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക വക്താക്കൾ തങ്ങളുടെ പുതിയ ഡ്രോണുകളുടെ വിജയത്തെ വലിയൊരു നാഴികക്കല്ലായാണ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ ശാസ്ത്രജ്ഞരും സൈനികരും വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും മുകളിലാണെന്ന് അവർ വാദിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെയും പെന്റഗണിന്റെയും ഉത്തരവുകൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു തീക്കളിയിലേക്ക് തള്ളിവിട്ടു എന്ന വിമർശനം ആഗോളതലത്തിൽ ശക്തമാണ്. ഇറാന്റെ ആഭ്യന്തര നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടതിന് പകരമായി അമേരിക്കയുടെ ആഗോള സൈനിക ശൃംഖലയാണ് ഇറാൻ ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നത്. ബഹ്റൈനിലെ US കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണം മറ്റ് ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള അത്യാധുനിക ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭീതി ഈ രാജ്യങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റുകൾ ഉയർത്താൻ കാരണമാകും. ഇറാഖിലെയും സിറിയയിലെയും US താവളങ്ങൾക്ക് നേരെ മുൻപ് നടന്ന ആക്രമണങ്ങളെക്കാൾ എത്രയോ മാരകമാണ് ബഹ്റൈനിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്.
നാവിക വ്യോമ ഏകോപനത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രഹരമേൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടാൻ US സൈന്യം ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇരുപക്ഷത്തോടും അടിയന്തരമായി യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുകയാണ്. ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ശേഷി പരസ്പരം പ്രകടിപ്പിക്കാൻ നോക്കുന്നത് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹവും കടുത്ത ആശങ്കയിലാണ്. യുദ്ധസമാനമായ സാഹചര്യം തങ്ങളുടെ തൊഴിലിനെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുമോ എന്ന ഭയവും പ്രവാസികൾക്കിടയിൽ പടർന്നിട്ടുണ്ട്. ഇറാന്റെ ഈ പെട്ടെന്നുള്ളതും ആസൂത്രിതവുമായ പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുന്നു. അമേരിക്കൻ സൈനിക ശക്തിയെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വെല്ലുവിളിക്കാൻ ഇറാന് കഴിയുമെന്ന് ഈ നീക്കത്തിലൂടെ അവർ തെളിയിച്ചു. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പടരുമെന്നത് പ്രവചനാതീതമാണ്. ഡിജിറ്റൽ യുദ്ധമുറകളും ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങളും ഈ സംഘർഷത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കൻ റഡാറുകളെ കബളിപ്പിക്കാൻ ഇറാൻ തങ്ങളുടെ ഡ്രോണുകളിൽ അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഇത് വരും തലമുറയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം മാറ്റിയെഴുതുന്ന ഒന്നാണ്. വരും മണിക്കൂറുകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അമേരിക്കൻ സൈനിക നേതൃത്വവും വൈറ്റ് ഹൌസും അടിയന്തര യോഗങ്ങൾ ചേർന്ന് സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിക്കാൻ ബഹ്റൈൻ ഭരണകൂടം തയ്യാറായേക്കും. എന്നാൽ സൈനികമായി ശക്തരായ ഇറാന്റെ മുന്നിൽ തങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് എത്രത്തോളം വിലയുണ്ടാകുമെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഉറപ്പില്ല. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഈ സൈനിക നീക്കങ്ങൾ കടലിലെ സുരക്ഷയും ബാധിക്കും. കപ്പൽ ഗതാഗതത്തിന് പേരുകേട്ട ഈ മേഖലയിൽ സൈനിക കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പുതിയൊരു നാവിക യുദ്ധത്തിന് വഴിവെച്ചേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടന്നാക്രമണം മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. US പ്രതിരോധ സിസ്റ്റം തകർത്തുവന്ന ഇറാന്റെ അവകാശവാദം സൈനിക ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പ്രതിരോധ കവചത്തിന് എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നതിനെ കുറിച്ച് US സൈനിക വിദഗ്ധർ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ഇറാന്റെ ഈ പുതിയ സൈനിക മുന്നേറ്റം വെറുമൊരു പ്രകോപനമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിനുള്ള സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ പ്രവാസികളും കടുത്ത ആശങ്കയിലാണ്. കുവൈറ്റിലും ബഹ്റൈനിലും ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. യുദ്ധസമാനമായ അന്തരീക്ഷം ഇവരുടെ ജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ നീക്കം വെറുമൊരു തുടക്കം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ റഡാർ സംവിധാനങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുമെന്നത് നിർണായകമാണ്. പുതിയ റഡാറുകൾ സ്ഥാപിക്കുന്നതുവരെ മേഖലയിലെ US വ്യോമ നിരീക്ഷണം ദുർബലമായിരിക്കും. ബഹ്റൈനിലെ US താവളങ്ങൾക്കും റഡാർ കേന്ദ്രങ്ങൾക്കും നേരെ പുതിയ തലമുറ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ഈ ആഞ്ഞടി മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലും സൈനിക ചരിത്രത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നായി ഈ ഡ്രോൺ ആക്രമണം മാറിയിരിക്കുന്നു. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് യുദ്ധത്തിന്റെ കാഹളം മാത്രമാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ നിന്ന് കേൾക്കുന്നത്.